പൊറോട്ടയേക്കാൾ രുചിയുള്ള അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കിഡിലൻ ടേസ്റ്റ് ആണ്. പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു കളർ കിട്ടാനും അതുപോലെ തന്നെ കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. 3/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മാവില് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ചെറുതായിട്ട് ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടാവും. ഇത്രയും മതിയാവും. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്നും കൂടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് വെച്ചിട്ട് ഇപ്പം 4 മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ സൈസാക്കി ബോളാക്കിയതിന് ശേഷം ഇനി നമുക്കിത് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂകിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ പരത്തുമ്പോൾ മാക്സിമം നിങ്ങൾ സ്ക്വയർ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇതേപോലെ കുറച്ച് വലുതാക്കിയിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലേക്ക് കുറച്ച് മൈദ മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഇത് തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്യണം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറച്ച് വീതിയിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുക്കുന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 2 കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസിൻ്റെ മുകളിൽ മറ്റേ പീസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ പീസസും നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ച ഓരോ പീസസും എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി കോല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് നൈസാക്കരുത് കേട്ടോ. കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഒന്നുകിൽ ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്താം, അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പം ഞാൻ എല്ലെണ്ണവും ഇതേപോലെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പരത്തി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 3 ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. മൂടി വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡ് നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ചെറുതായിട്ട് ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂടി വെച്ചിട്ട് ചെറിയ തീയിലാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. കുറച്ച് സമയം മാത്രം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡും നല്ലോണം ഫ്രൈ ആയിട്ട് നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ലെയറോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയേക്കാളും ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇതുപോലെ നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.